യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് നാം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവവചനം വായിക്കുന്നത് നിശ്ചയമായിട്ടും നമുക്ക് വായിച്ച് കേൾക്കപ്പെടുന്നത് അത് ദൈവവചനം അതിൽ തന്നെ ശക്തിയുള്ളതാണല്ലോ. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ആ വേദഭാഗം ഒന്ന് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഇന്ന് അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുകയും തുടർന്ന് ആ വേദഭാഗം നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻപാണികൾക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻപാണികൾക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്നും കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തു. തിരുവഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് കേൾക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ യേശു ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ ആ വിശ്വാസം മൂലം നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇതെഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം ആ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് നമുക്ക് വായിപ്പാനായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് വായിച്ചതാകുന്ന ഈ വേദഭാഗവും നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പോൾ ഈ പ്രത്യേക ഇൻസിഡൻറ്റും ശിഷ്യന്മാരിൽ ആഴമാകുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം ഉളവാക്കുവാനായിട്ട് സംഭവിച്ചതാണ് എന്ന് യോഹന്നാൻ പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, യേശു കർത്താവ് ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ ആ വിശ്വാസം, കർത്താവിലുള്ള അവരുടെ ആശ്രയം, ആഴമായി അവർ കർത്താവിനെ വിശ്വസിക്കേണ്ടതിന് അടയാളമായി സംഭവിച്ചതാണ് ഈ സംഭവങ്ങൾ എല്ലാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13 മുതലുള്ള ഈ തിരുവചന ഭാഗം പൊതുവെ എല്ലാവർക്കും പരിചിതമാകുന്ന ഒരു വേദഭാഗമാണ്. കർത്താവ് കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് അനേകര് കവിതകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്ന സിനിമാ പാട്ടുകൾ വരെ അതിനെ അധികരിച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും വളരെ അറിയാവുന്ന വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് കാണുവാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത എന്നുള്ളത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് നമുക്ക് നൽകുന്ന ശുദ്ധീകരണമാണ്. അതാണ് അടയാളമായി അവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ എല്ലാം സംഭവിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പം നുറുക്കിക്കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാ. ഇത് വെറും അടയാളമാണ്. ജീവനുള്ള അപ്പം ഞാനാ. ലാസറിനെ ഉയർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. കുരുടന്റെ കണ്ണ് തുറക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നോക്കുക, അപ്പോൾ ഈ അടയാളങ്ങളെല്ലാം തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന ഒരു വിശേഷണത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതങ്ങളും അതിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നില്ല. അതിലുപരിയായി അതെന്തിലേക്ക് നയിക്കുന്നുവോ അതാണ് പ്രാധാന്യമുള്ളത്. ഉദാഹരണത്തിന് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്നതുകൊണ്ടാണ് എന്നെ അനുഗമിച്ചത്, അല്ലാതെ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ എന്നെ അനുഗമിച്ചത്. അപ്പം നുറുക്കി തന്നപ്പോൾ അത് കേവലം അത്ഭുതം. ആ അത്ഭുതം കണ്ടപ്പോഴും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയതും കൊണ്ട് നിങ്ങൾ എൻ്റെ പുറകെ വരിക. പക്ഷെ അങ്ങനെ വരണ്ട. നിങ്ങളുടെ ശരീരത്തിന് അപ്പം ആവശ്യമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിന് ഞാനാണ് ആവശ്യം. അതുകൊണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, നിത്യജീവങ്കലേക്കുള്ളതാകുന്ന ആഹാരത്തിനു വേണ്ടി പ്രയത്നിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ കാര്യമാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത്. നമ്മുടെ ആത്മരക്ഷയും ദൈവത്തോടുള്ള ബന്ധവും കർത്താവിനോടുള്ള സ്നേഹവും പിതാവ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്നതുമാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യമുള്ള വിഷയം. ഈ സംഭവവും അതേ കാര്യം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അത് ആവശ്യമാണെന്ന് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ക്ലെൻസിങ് ഓഫ് ദ ടെമ്പിൾ എന്ന് പറയുന്നതും മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ടെന്നാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ ആ രണ്ട് സുവിശേഷങ്ങളിലുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടെമ്പിൾ ക്ലെൻസിങ്ങും രണ്ട് സംഭവങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം മത്തായി സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആലയ ശുദ്ധീകരണമല്ല, അത് മറ്റൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നുള്ളത് ഒരു വാക്കിലൊന്ന് പറയാം. അതിൻ്റെ പ്രധാന കാരണം, ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തുന്ന ഈ ആലയ ശുദ്ധീകരണം യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലെ ഒരു സംഭവമാണ്. അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. എന്നാൽ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന ആ ക്ലെൻസിങ്, നമ്മൾ പൊതുവെ പറയുന്ന ആ പാഷൻ വീക്കിൽ, കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപ് സംഭവിക്കുന്ന സംഭവം. മാത്രമല്ല,
ആ പ്രത്യേക സംഭവമാണ് കർത്താവിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണമെന്ന് മഹാപുരോഹിതന്മാരും അവരുടെ ഒപ്പമുള്ളവരും തീരുമാനിച്ചുറപ്പിക്കാനുള്ള ഒരു ട്രിഗറായിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് മുൻപ് കർത്താവ് യെരുശലേം ദൈവാലയത്തിലേക്ക് വരികയും അവിടെ ആലയത്തെ ശുദ്ധീകരിക്കുന്നതും നാം വായിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാനായി താല്പര്യപ്പെടുകയാണ്. ഈ ആലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് അവരെ കർത്താവ് പുറത്താക്കി എന്ന് രേഖപ്പെടുത്തുമ്പോൾ നാം ആരും ചിന്തിക്കരുത് ദൈവാലയത്തിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ കാര്യം ചെയ്തതെന്ന്. സത്യത്തിൽ ദൈവാലയത്തിൻ്റെ ആ പ്രാകാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസൈഡിലല്ല ഈ വ്യാപാരങ്ങൾ നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒരു വാക്കിൽ ഞാനൊന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പോൾ യേശു കർത്താവ് അവിടെ ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്ന ഒരു സ്ഥലം യെരുശലേം ദൈവാലയത്തിനുണ്ട്. ഇത് നേരത്തെ ഇവിടെ കച്ചവടമൊക്കെ നടത്തിയിരുന്നത് അവിടെയല്ലായിരുന്നു. നേരത്തെ തൊട്ട് തന്നെ അവിടെ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരം തന്നെ പ്രധാനമായിട്ട് ഒരു ഡിവിഷൻ, ഒരു വേർപാടിൻ്റെ ചുവരുയർത്തി അതിനെ വേർതിരിച്ചിരുന്നു. ഏറ്റവും ഔട്ടർ കോർട്ട്, ഏറ്റവും പുറത്തുള്ള പ്രാകാരമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യമുള്ള ജാതികൾക്ക് യെരുശലേം ദൈവാലയത്തിലേക്ക് വരുവാനുള്ള ഒരു നിയന്ത്രിതമാകുന്ന സ്വാതന്ത്ര്യം അവര് നൽകിയിരുന്നു. ആ നിയന്ത്രിതമാകുന്ന സ്വാതന്ത്ര്യത്തിൽ ദൈവാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രാകാരത്തിൽ, ഔട്ടർ കോർട്ട്, അവിടെ വരെ ജാതികൾക്ക് വരാം. ആ ജാതികളുടെ പ്രാകാരം കഴിഞ്ഞാൽ ഒരു മതിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിപ്പാൻ അവർക്ക് കഴിയുന്നതല്ല. അഥവാ ആരെങ്കിലും പ്രവേശിച്ചാൽ അവരെ കൊന്നുകളയുക എന്നുള്ളത് റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ആയിരുന്നപ്പോൾ തന്നെ യഹൂദന്മാർ വളരെ റോമൻ എംപററിൽ നിന്ന് അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയിൽ നിന്നും അവർക്കതിനുള്ള സ്വാതന്ത്ര്യം, അവർക്കതിനുള്ള അധികാരമുണ്ടായിരുന്നു. ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് ആരേലും കടന്നാൽ അവരെ കൊന്നുകളയാം. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് യെരുശലേമിലേക്ക് തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് യെരുശലേമിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തനിക്കൊരു നേർച്ചയുണ്ടായിരുന്നത് അത് ഫുൾഫില്ല് ചെയ്യുവാനായി ദൈവാലയത്തിലേക്ക് താൻ വന്നു. പിന്നീട് പട്ടണത്തിൽ ചില ജാതികളോടൊപ്പം അല്ലെങ്കിൽ ജാതികളിൽ നിന്നും അന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന ചിലരോട് ഒരുമിച്ച് പൗലോസിനെ കണ്ടതാണ് പൗലോസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ വിളിച്ചു പറയുന്ന കുറ്റം. ജാതികളെ ഈ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇവൻ എന്ത് ചെയ്തു? ശുദ്ധമാക്കി. ഭയങ്കര കുറ്റമാണ്. അപ്പോൾ ജാതികളുടെ പ്രാകാരം, അതിനെക്കുറിച്ചാണ്
എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് താൻ പറയുന്നുണ്ട്, നേരത്തെ ജാതികൾക്കും യഹൂദന്മാർക്കുമിടയിൽ ഒരു വേർപാടിൻ്റെ നടിച്ചുവരുണ്ടായിരുന്നു. എന്നാൽ ആ വേർപാടിൻ്റെ നടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു. എങ്ങനെയാ ഇടിച്ചു കളഞ്ഞത്? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം അപ്പോസ്തലനാകുന്ന പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. നോക്കുക, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. യേശു നമ്മുടെ സമാധാനം. നോക്കുക, ഈ രണ്ട് പക്ഷങ്ങളെയും, മതിലിന്റെ അപ്പുറം നിന്നവരെയും ഇപ്പുറത്ത് നിന്നവരെയും ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആ ചട്ടങ്ങളും കൽപ്പനകളും എതിരായിരുന്നു. അതിനെ എന്ത് ചെയ്തു? ആ ശത്രുത്വത്തെ തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. നോക്കുക, യെശയ്യാവ് പറഞ്ഞു, എന്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം. യഹൂദന്മാരെന്ത് ചെയ്തെന്നറിയാമോ? ഈ ജാതികളുടെ പ്രാകാരത്തിൽ ബിസിനസ് നടത്തുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവർ പ്രവേശിച്ചില്ല. ജാതികളുടെ പ്രാകാരത്തിൽ കാളയും അല്ലെങ്കിൽ യാഗത്തിനുള്ളതാകുന്ന യാഗമൃഗങ്ങളും പ്രാവും പിന്നെ മണി എക്സ്ചേഞ്ച് ഇതെല്ലാം നടത്തുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം സകല. അപ്പോൾ യേശു കർത്താവിനെ ഏറ്റവും പ്രകോപിപ്പിച്ച ഒന്ന്, പ്രിയപ്പെട്ടവരെ, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ജാതികളായിരുന്ന നമ്മെക്കുറിച്ച് കർത്താവിൻ്റെ കൺസേൺ എത്ര ആയിരുന്നു, ഇല്ലേ? ജാതികളുടെ പ്രാകാരത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ കണ്ടപ്പോൾ, എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തേക്കുന്നത്? അവിടെ ബിസിനസ് നടത്തുക. മനുഷ്യന് ദൈവത്തിങ്കലേക്ക് വരുവാനുള്ള വഴിയെ നിങ്ങൾ എന്ത് ചെയ്യുക? അടച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രാധാന്യമുള്ള, ഞാൻ 1-2 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു, ഈ 2 ടെമ്പിൾ ക്ലെൻസിങ് സുവിശേഷങ്ങളിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് തൊട്ട് മുൻപുള്ളതാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുള്ളതാകുന്ന ആ ടെമ്പിൾ ക്ലെൻസിങ് അവിടുത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിലുള്ളതാണ്. ആ 2 സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മനസ്സിൽ ഇരിക്കണം. രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇവര് ചെയ്തതാകുന്ന ആ പ്രവൃത്തി പുറമേ നോക്കിക്കഴിഞ്ഞാൽ അത്ര അധികം പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇസ്രായേലിലുള്ള എല്ലാ പുരുഷ പ്രജയും, പ്രത്യേകിച്ച് 20 വയസ്സ് മുകളിലോട്ടുള്ളവര്, വർഷത്തിൽ 3 പ്രാവശ്യം ദൈവാലയത്തിങ്കലേക്ക് വരണം എന്നുള്ളത് മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടെ അവർക്ക് ലഭിച്ച കൽപ്പനയായിരുന്നു. പെസഹായുടെ ദിവസവും പിന്നെ വേറെ 2 ദിവസം കൂടെയുണ്ട്, പെന്തക്കോസ്ത് പെരുന്നാളിലും മറ്റൊന്നുകൂടെയുണ്ട്, കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളിൽ ഇസ്രയേലിൽ നിന്ന് എല്ലായിടത്തുമുള്ള സകല പുരുഷന്മാരും, പ്രത്യേകിച്ച് 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർ യെരുശലേം ദൈവാലയത്തിലേക്ക് വരണം. അതവര്
ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോഴങ്ങനെ കടന്നു വരുമ്പോൾ വിശേഷിച്ച് യാഗങ്ങൾ അർപ്പിക്കാനായിട്ട് മൃഗങ്ങളെയും കൊണ്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. യാഗങ്ങൾ അർപ്പിക്കാനായി മൃഗങ്ങളെയും കൊണ്ട് ഇസ്രയേലിന്റെ പല ഭാഗത്ത് നിന്ന് വന്നിരുന്നവർക്ക് അവർക്ക് ഭയങ്കര ഇൻകൺവീനിയൻസ് ആണ്, ഇല്ലേ? എന്തോ ഇൻകൺവീനിയൻസ് ആണ്. ഒരു ദാൻ മുതൽ ബർശേവ വരെയുള്ള ആ സകല സ്ഥലത്തു നിന്നും മൃഗങ്ങളെയും ഒക്കെ ആയിട്ട് ഇവര് യെരുശലേമിലേക്ക് വരിക വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാക്കി. അത് മാത്രമല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം വേറൊരു പ്രശ്നം കൂടെയുണ്ട്. നമ്മൾ നല്ലൊരു പശുക്കിടാവിനെ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ഊനമില്ലാത്തതായിരിക്കണം, അതൊക്കെ ചിന്തിച്ച് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് യെരുശലേമിൽ കൊണ്ടുവന്ന് കഴിയുമ്പം പുരോഹിതൻ നോക്കിയിട്ട് പറയുക, ഇത് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പം ഇവരതിനൊരു പരിഹാരം കണ്ടെത്തി. പ്രത്യേകിച്ച് ഈ കച്ചവട മനസ്ഥിതിയുള്ളവര് ഒരു പരിഹാരം കണ്ടെത്തി. ഇവരും പുരോഹിതന്മാരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കാണും, എനിക്കറിയത്തില്ല, വന്നു കാണും. അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവരാം, പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്ത മൃഗങ്ങളെ ഞങ്ങൾ കൊണ്ടുവരാം. ദൂരെ നിന്ന് വരുന്നവര് പൈസ കൊടുത്തിത് മേടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പം പല ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട്, ഇനിയും കൊണ്ടുവന്ന ശേഷം ഇത് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ആ പ്രശ്നം, ഇതെല്ലാം സർട്ടിഫൈഡ് യാഗത്തിനായിട്ട് പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്ത മൃഗങ്ങളാണ്. അപ്പം നമ്മളത് ചിന്തിക്കും, എത്ര നല്ല കാര്യമാണ് അവര് ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് തോന്നുന്നേ ഈ മണി എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. മണി എക്സ്ചേഞ്ച്, ഇന്ന് നമുക്കിവിടെ ഒത്തിരി മണി എക്സ്ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ബൈബിളിൽ ഈ മണി എക്സ്ചേഞ്ച് എന്ന് കാണുന്നത് ഇവിടാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം അവിടെ നാണയങ്ങൾ, അതായത് യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ച് 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർ ഒരു കരം കൊടുക്കണം. അത് ഹാഫ് ഷേക്കല. അത് വളരെ പ്യുവറായിട്ടുള്ള അവര് പറഞ്ഞിരിക്കുന്ന ആ പണമാ കൊടുക്കേണ്ടത്. പക്ഷെ യഹൂദന്മാര് ദാൻ മുതൽ ബർശേബ വരെ മറ്റു രാജ്യങ്ങൾ തുടങ്ങി വരികയാ. അവരുടെ കയ്യിലിരിക്കുന്ന പണമൊക്കെ ഈ പറഞ്ഞ നാണയമാകുകയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടെ വന്ന് ഈ നാണയം അവിടെ എഴുതിയേക്കുന്നത് പൊൻവാണിഭക്കാര് അവരുടെ കയ്യിൽ കൊടുക്കും. അവര് ആലയത്തിൽ സ്വീകാര്യമായ നാണയം കൊടുക്കും. പക്ഷെ ചുമ്മാതാണെന്നൊന്നും ചിന്തിക്കരുത്, അവരതിന്റെ ഫീസ് ഈടാക്കും. അപ്പൊ ബിസിനസ് തകൃതിയായിട്ട് നടക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര സൗകര്യമായി, ഭയങ്കര സൗകര്യമാണ്. കാരണം സൗകര്യം ഏറെക്കുറെ നല്ല കാര്യം തന്നെയാ, അല്ലേ? ഇപ്പൊ നമുക്ക് രോഗമാ, പ്രയാസമാ, ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുകയില്ല. ആ സാരമില്ല ബ്രദറെ, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കണ്ടോളാം. ഇന്ന് വിർച്വൽ ചർച്ച് വരെയുണ്ട്. നല്ല കാര്യം. പക്ഷെങ്കിൽ അതാണോ ദൈവമക്കളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ സംഭവിക്കേണ്ടത്? ഒരു മെസ്സേജ് കേൾക്കാനായിട്ട് ഓക്കെ, റെക്കോർഡഡ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷെങ്കിൽ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയും സന്തോഷവും ഒരുമിച്ച്
ചേർന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എനിവേ, ആ വിഷയം ഒന്നും പറയാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ യേശു കർത്താവ് ഇത് പറയുമ്പോൾ എന്താണ് സത്യത്തിൽ അവിടുന്ന് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ വേദഭാഗത്ത് നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്ന വാക്കുകളിൽ കൂടെ താൻ ചെയ്ത പ്രവൃത്തി എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ. അത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷെങ്കിൽ എൻ്റെ പിതാവിൻ്റെ, അതായത് നമ്മൾ ആ വാക്യം 16-ാമത്തെ വാക്യം, എൻ്റെ പിതാവിൻ്റെ ആലയം. അപ്പോൾ ആലയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പിതാവ്. ആ പിതാവിനെ ഏറ്റവും വിലയുള്ളതായി, ഏറ്റവും വലിയ ട്രഷറായി, ആ പിതാവുമായിട്ടുള്ള ബന്ധമാണ് ആലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിന് പകരം പുറമേയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് സംതൃപ്തമാകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് കൺസേൺഡ് ആയിരിക്കുന്നത്. മാത്രമല്ല, ഈ വേദഭാഗം പഴയ നിയമ തിരുവെഴുത്തുകളുടെ ഒരു നിവൃത്തി കൂടെയാണെന്ന് നാം മനസ്സിലാക്കണം. യേശു കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും, കർത്താവ് പറഞ്ഞ വാക്കുകൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് കർത്താവ് ചെയ്തതിനാൽ ഇന്ന തിരുവെഴുത്തിന് നിവർത്തി വന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഇവിടെ ചെയ്ത ആ ടെമ്പിൾ ക്ലെൻസിങ് ഏത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്? ഒരു വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മലാഖിയുടെ പ്രവചനം, അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യവും അതിന്റെ 3-ാം വാക്യം. നോക്കുക, മലാഖി പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇനി 3-ാം വാക്യം, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും നോക്കുക, ആ നിയമദൂതൻ, ആ കർത്താവ് പെട്ടെന്ന് മന്ദിരത്തിലേക്ക് വരും. അവൻ എന്തോ ചെയ്യും? ഈ മന്ദിരം ശുദ്ധീകരിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ ശുദ്ധീകരിക്കുന്നത് മൂലമായി ദൈവത്തെ ആരാധിക്കുന്ന ആ ക്രമം, ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നത് തന്നെ അവൻ മാറ്റാൻ പോകുകയാണ്. എന്താ അവൻ ചെയ്യാൻ പോകുന്നേ? അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. എന്ന് പറഞ്ഞാൽ പുറമേയുള്ള സകല സെറിമണീസിനും അപ്പുറമായി നീതിയിൽ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് അവിടുന്ന് വരുന്നതിനാൽ
അവിടുന്ന് ആലയത്തെ ശുദ്ധീകരിക്കുന്നതിനാൽ സംഭവിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറയുന്ന വാക്കുകൾ ഇതിനോട് ചേർത്ത് വായിക്കണം. നമ്മൾ തുടർന്ന് വരുന്ന അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അവള് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത് ഈ മലയിലാണ്. യഹൂദന്മാരാകുന്ന നിങ്ങൾ പറയുന്നു യെരുശലേമിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഉടനെ യേശു പറയുന്ന മറുപടി, നമസ്കാരികൾ നോക്കുക, പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. അവള് പറഞ്ഞു, ഞങ്ങൾ ഈ മലയിലാ ദൈവത്തെ നമസ്കരിക്കുന്നത്. യഹൂദന്മാർ പറയുന്നു യെരുശലേമില എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്താണ് ദൈവത്തെ നമസ്കരിപ്പാനായി കഴിയുന്നത്. യേശു പറഞ്ഞു ആ കാലം കഴിഞ്ഞുപോയി, എന്നാൽ ഈ വരുന്ന കാലം എങ്ങനെയുള്ള കാലമാ? ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ. അവിടെ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. അതിന് ഈ ആത്മാവെന്ന് കേട്ടാൽ എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിക്കരുത്. കാരണം കുഞ്ഞുങ്ങൾ ദയവായിട്ട് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ സാധാരണഗതിയിൽ ദൈവാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ എസ്സില സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ, അതായത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലല്ല, പിന്നെങ്ങനാ സ്മോൾ ലെറ്ററില്ല. അതിന്റെ കാരണം അവിടെ ദൈവാത്മാവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ഥല കാല പരിമിതികൾക്കപ്പുറം ദൈവത്തെ എപ്പോഴും നമസ്കരിപ്പാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ അനുഭവം വന്നിരിക്കുകയാണ്. സത്യത്തിൽ യേശു കർത്താവ് ആ കാര്യമാണ് തുടർന്ന് പറയുന്നത്. അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വലുതായിരിക്കുമ്പോൾ യേശു പറയുന്നു അതല്ല വലുത്, അതിനേക്കാളും വലുത് എൻ്റെ പിതാവാണ് വലുത്, എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധമാണ് വലുത്. മാത്രമല്ല തുടർന്ന് കർത്താവ് പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ എങ്ങനെ പണിയും? 3 ദിവസം കൊണ്ട് അതിനെ പണിയും. അപ്പൊ കർത്താവ് ഇവിടെ അവകാശപ്പെടുന്നത് ഞാനാണ് ദൈവാലയം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിലും എൻ്റെ പിതാവ് എന്നിലും വസിക്കുന്നു. പിതാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന, പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവാലയം ഞാനാണ്. അതാ കർത്താവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമ തിരുവെഴുത്തനുസരിച്ച് ദൈവാലയം എന്ന് പറയുന്നത് നമ്മളാ. ദൈവാലയം എന്ന് പറയുന്നത് നമ്മളാ. അതുകൊണ്ടല്ലേ കൊരിന്ത്യരുടെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം, അത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ കൊരിന്തിലുള്ള ആ ദൈവസഭ ആരാണ്? ദൈവത്തിന്റെ മന്ദിരം.
ദൈവസഭ ദൈവത്തിന്റെ മന്ദിരം. ഇനിയും അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം. ആ ദൈവസഭ അല്ലെ ആ ദൈവ മന്ദിരത്തിന്റെ സമ്പൂർണ്ണ അധികാരിയും കർത്താവും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന് അധികാരമുണ്ട്. നമ്മൾ കളക്റ്റീവായിട്ട് ദൈവത്തിന്റെ മന്ദിരമാണ്. മാത്രമല്ല വ്യക്തിപരമായും നമ്മൾ ആരാ? ദൈവത്തിന്റെ മന്ദിരമാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ആ ക്രമം അനുസരിച്ചുള്ള ദൈവാലയവും ദൈവത്തെ ആരാധിക്കുന്നതും യേശു കർത്താവിന്റെ വരവോടുകൂടെ അവസാനിച്ചു. ഇപ്പോൾ യേശുവിൽ നാം ഒരു വിശുദ്ധ മന്ദിരമായി തീരേണ്ടതിന് നാം ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുകയാണ്. നാമാണ് മന്ദിരം, നാമാണ് ആലയം, നമ്മിലാണ് എന്ത്? ആരാധന നടക്കേണ്ടത്. പഴയ നിയമത്തിലുള്ള ആരാധനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആ പുതിയ നിയമത്തിന്റെ ആരാധനയെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ദൈവവചനത്തിൽ ഏറ്റവും, അതായത് കർത്താവിനെ എത്ര കോപിഷ്ഠനാക്കി തീർത്ത ആ കാര്യം എന്താണെന്നുള്ളത്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആലയം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? ആ ഉദ്ദേശത്തിന് വിപരീതമായി വാണിഭശാലയാക്കിയാൽ അതെന്താണ്? ദൈവത്തിൻ്റെ അപ്രീതിക്ക് നാം പാത്രമായി തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നാം അത് വായിക്കുന്നത്, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവര് കർത്താവിനോട് ചോദിക്കുക, എന്തോ അടയാളം നീ ചെയ്യും, നിനക്കിത് ചെയ്യാം എന്നുള്ളതിന്. കർത്താവ് മറ്റൊരു സമയത്തും ഇതേ കാര്യം പറയുന്നുണ്ട്. വക്രതയും കോട്ടവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ ഒരടയാളം അവർക്ക് കിട്ടും. ഏതാണെന്നറിയാമോ? യോനായുടെ അടയാളം അവർക്ക് കിട്ടും. അതേ കാര്യമാണ് യേശുവിടെ പറയുന്നത്. ഈ മന്ദിരം പൊളിപ്പിൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നുള്ളത് പിന്നീട് ശിഷ്യന്മാര് മനസ്സിലാക്കുകയും ആ പറഞ്ഞ വാക്കോർത്ത് യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഒരു പുതിയ ആലയവും ഒരു പുതിയ ആരാധനയും യേശു കർത്താവിന്റെ ദേഹം എന്ന മന്ദിരം തകർക്കപ്പെട്ടതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ക്രമത്തിലേക്ക് ദൈവമക്കൾ വരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പുതിയ ഒരു യാഗം സംഭവിച്ചു കഴിഞ്ഞു. എ ന്യൂ സാക്രിഫൈസ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. സിംബോളിക്കായിട്ട് യേശു കർത്താവ് പറയുക, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനിത് പണിയാം. ആ മന്ദിരവും അതിൻ്റെ ക്രമങ്ങളും അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പുതിയ ഒന്ന്, എന്നേക്കുമായിട്ടുള്ള ഒരു യാഗവും എന്നേക്കുമായിട്ടുള്ള ഒരു ശുദ്ധീകരണവും യേശുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിലും യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തത്താലും നമുക്ക് സാധിതമായി തീർന്നതുകൊണ്ട് ഇന്ന് നാം കഴിക്കുന്ന ആരാധന എന്നുള്ളത് ദൈവപ്രസാദം
നേടുവാനുള്ള ഒന്നല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരുണയോർത്തിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ് ഇന്നുള്ളതാകുന്ന ആരാധന. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. പഴയ നിയമ യാഗങ്ങളും ആരാധനയും ഇതൊക്കെ തന്നെ ദൈവത്തോടുള്ള പ്രീതിയും ദൈവത്തിൻ്റെ പ്രസാദവും നമുക്കുണ്ടാകേണ്ടതിന് നാം യാഗങ്ങൾ അർപ്പിച്ചെങ്കിൽ, പുതിയ നിയമത്തിലെ യാഗങ്ങൾ ദൈവത്തിൻ്റെ പ്രീതിയും അനുഗ്രഹങ്ങൾക്കു വേണ്ടിയുമല്ല, അത് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്തിട്ട് അതിന് നന്ദി അർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന, പുതിയ നിയമത്തിൻ്റെ യാഗം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എന്തോ ഓർത്തിട്ടാ? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്തിട്ട്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഒന്നോർത്താൽ, ദൈവത്തിൻ്റെ കരുണയെ ഒന്നോർത്താൽ, ദൈവത്തിന് നന്ദി കരേറ്റുന്നത് കച്ചവട മനസ്ഥിതിയോടെ അന്ന് യെരുശലേമിലുള്ളവർ ചെയ്തതുപോലെ ആ കച്ചവട മനസ്ഥിതിയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന പരിപാടി നമ്മൾ നിർത്തും. ഇതാണ് അന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം ഇത് തന്നെയാ. ഇതിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. അന്നും കർത്താവ് ശുദ്ധീകരിച്ചത് അത് തന്നെയാ. എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയമാണ്, എൻ്റെ പിതാവിൻ്റെ ആലയമാണ്. പിതാവാണ് വലുത്. ആ പിതാവ് വലുതായിരിക്കേണ്ടതിന് പകരം ഇവിടെ ഇപ്പൊ എന്താ നടക്കുക? വാണിജ്യം നടക്കുകയാ, വ്യാപാരം നടക്കുകയാ. വ്യാപാരത്തിൽ എന്താ സംഭവിക്കുന്നത്? ലാഭമാ കിട്ടുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നതിൽ കൂടെ ലാഭമുണ്ടാക്കുന്ന പരിപാടി കർത്താവ് പറഞ്ഞു. കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ ക്ലെൻസിംഗ് ആണ് നമുക്ക് ആവശ്യം. ലാഭേച്ഛയോടെ, ചിലത് ഇങ്ങോട്ട് കിട്ടുമെന്ന ചിന്തയോടെ, അതായി നമ്മൾ കേൾക്കുന്നത്. ദൈവത്തെ ആരാധിച്ചാൽ അത് കിട്ടും, ദൈവത്തെ ആരാധിച്ചാൽ ഇത് കിട്ടും, ദൈവത്തെ ആരാധിച്ചാൽ വിസ കിട്ടും. നോ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് കഴിഞ്ഞാൽ എന്താ മനസ്സലിവ്? റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളും വായിക്കുന്നവർക്ക് ദൈവത്തോടുള്ള നന്ദിയാൽ ഹൃദയം നിറയാൻ തുടങ്ങും. അല്ല, 1-ാം അധ്യായം മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം യഹൂദനോ ജാതിയോ അല്ലെങ്കിൽ കൊള്ളാവുന്നവനോ കൊള്ളാത്തവനോ എന്നൊന്നുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ആർക്കും ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുവാനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. പ്രവർത്തിയാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. മാത്രമല്ല, അഭക്തരെ ദൈവം നീതീകരിക്കത്തുമില്ല. എന്നാൽ റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവമുണ്ട്: അഭക്തനെ നീതീകരിക്കുന്ന ദൈവം പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതിയായി കണക്കിട്ടതിനെ കാൺമീൻ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെയും ഒരു പ്രവൃത്തിയും ദൈവസന്നിധാനത്തിൽ സ്വീകാര്യമല്ലാതെ വണ്ണം എല്ലാവരും ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നപ്പോൾ സ്വന്തം പുത്രനെ തകർത്ത് കളവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന് വിശ്വാസത്താൽ നമ്മെ നീതീകരിച്ചിട്ട് ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോൾ ആദം മുഴുവൻ
ആദത്തിന്റെ സകല വംശപാരമ്പര്യത്തിലും ഉള്ളവരിൽ മരണം വാണപ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപാദാനത്താൽ ജീവനിൽ വാഴുവാനായി നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ ആ ദൈവത്തിന്റെ ദയയും മനസ്സലിവും അവിടുത്തെ കൃപയും അവിടുത്തെ കാരുണ്യത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8:28 മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു, ഇതെല്ലാം ചെയ്തു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട്. എന്നിട്ട് പറയുക, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, പിന്നെയോ വിളിച്ചവന്റെ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെയും നിങ്ങളെയും വിളിക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കോപത്തിന്റെ മക്കളായിരുന്നു ഒരു കാലത്ത്. നമ്മെ കരുണയ്ക്കു വേണ്ടി ദൈവം മുന്നൊരുക്കി. മാത്രമല്ല, കാട്ടൊലിവിന്റെ ശാഖകളായിരുന്നു. നമ്മെ വെട്ടിയെടുത്ത് നല്ല ഒലിവിന്റെ തരുവോട് ചേർത്തൊട്ടിച്ചു. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പറയുക, ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, ഓ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിപ്പാനേ കഴിയുന്നില്ല. എന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരുവനും ദൈവിക ആരാധന ലാഭക്കച്ചവട കണ്ണോടെ കാണാൻ കഴിയുന്നതല്ല. അവന്റെ ഉള്ളിൽ കർത്താവ്, പിതാവ്, എന്റെ ആലയം, പിതാവിന്റെ ആലയം വാണിഭശാലയാക്കുന്ന ഇന്നത്തെ പ്രസംഗങ്ങളും ഇന്നത്തെ തെറ്റായ പഠിപ്പിക്കലുകളും സമ്പൂർണമായി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആലയമാകുന്ന സഭയെ കർത്താവ് ശുദ്ധീകരിക്കാൻ പോകുന്നു. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം ഈ ഗാനത്തിന്റെ ചില അടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വിശ്വാസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നിൽ നിന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നിൽ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവിൽ വൻകൃപയ നീയും ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവിൽ വൻകൃപയ നീയും ലോകത്തെ ജയിക്കുക. ദിവ്യ തേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഗീതമെന്ന് ഇപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഗീതം തിരിച്ചറിയുക. നീതിമാൻ പ്രയാസമോട് രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതികളായിടാം. നീതിമാൻ പ്രയാസമോട് രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതികളായിടും. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമോ? ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ? ദിവ്യ തേജസ്വീനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്ന് ഇപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്വീനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്ന് ഇപ്പോൾ തിരിച്ചറിയുക.